എന്താ മഹത്വം മുഴുവൻ ആർക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്? ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ എന്ന് തന്നെ പറയാണ്, ഈ പറയുന്ന കൽദയ മന്ത്രവാദികളുടെയും വിജ്ഞാനികളുടെയും അത്രയും ജ്ഞാനമൊന്നും എനിക്ക് ഇല്ല. അവരൊക്കെ വലിയ വലിയ ആളുകളാണ് ലോകപ്രകാരം. പക്ഷെ ഞാൻ വന്നിരിക്കുന്ന ആരുടെ പേരിലാണ്? എന്റെ കർത്താവിന്റെ പേരിലാണ്. എനിക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ട് എന്ന് അല്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വിനയമാണ് നമുക്ക് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു വിനയം നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ പരാജയത്തിലേക്ക് പോവുകയാണ്. ആത്മനിർഭർ, അടുത്തായിട്ട് ഒരു ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആത്മനിർഭുള്ളവൻ അധികാരമോഹിയല്ല. ഉൽപ്പത്തി പുസ്തകം 41-33 വാക്യത്തില് എന്താ യോസേഫ് പറയുന്നറിയാമോ? വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരി ആക്കിയാലും ഫറവോനെ. അവൻ പറയാണ്, ഞാനിത് വ്യാഖ്യാനിച്ചു തന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ നീ ഒന്ന് അന്വേഷിച്ച് നീ ഒന്നാക്കിയാലും. ഇല്ലേ? അങ്ങോട്ട് പറയുക. അവൻ പറയുന്നത് എന്നെ ആക്കാനല്ല പറയുന്നത്, എനിക്കാകണ്ട എന്ന്. അതിനെക്കുറിച്ച് അവൻ ആകണ്ട എന്നുള്ളതൊന്നുമല്ല. ഇവൻ ഇതിന്റെ അധികാരി ആകുമെന്നോ ആകണമെന്നോ ആക്കുമെന്നോ വല്ല ഇവന്റെ മനസ്സിലുണ്ടോ? ഇല്ല. വേണ്ടാന്ന് പറയുക എന്നുള്ളതല്ല, ഇവന്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത കടന്നുകൂടിയിട്ടില്ല. ആത്മനിർഭുള്ളവൻ ഒരിക്കലും അധികാരമോഹി ആയിരിക്കത്തില്ല. ദാനിയേൽ പ്രവചനം 5-17 വാക്യത്തിൽ ബെൽസസർ രാജാവിനോട് ദാനിയേൽ പറയുന്നൊരു കാര്യമുണ്ട്. ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ വേറൊരുത്തിന് കൊടുത്താലും. ഞാൻ പറയാണ്, ദാനങ്ങളൊക്കെ തിരുമേനിക്ക് തന്നെ ഇരുന്നു, സമ്മാനങ്ങൾ വേറൊരുത്തിന് കൊടുത്താലും. ഞാൻ അതിനുവേണ്ടിയൊന്നും അല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് ആ ഒരു ലക്ഷ്യത്തോടെയും അല്ല. അത് തന്നെയല്ല, അവനറിയായിരുന്നു ഈ ദാനങ്ങൾ കൊടുക്കാൻ ഈ രാജാവ് ജീവനോട് ഇരുന്നിട്ട് വേണ്ടായോ? അതിന്റെ 5-9 വാക്യത്തിൽ ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽസസർ കൊല്ലപ്പെട്ടു നമ്മൾ കാണുന്നു. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽസസർ കൊല്ലപ്പെട്ടു. ആത്മനിർഭുള്ളവന് സമ്മാനം കൊടുക്കാനുള്ള പ്രത്യേക കഴിവൊന്നും സ്വന്തം ജീവനെ രക്ഷിക്കാൻ പോലും ഇല്ലാത്തവനാ പറയുന്നത്, ഞാൻ നിനക്ക് എന്തോ തരാമെന്ന്, സമ്മാനം തരാമെന്ന്. അല്ലേ? സ്വന്തം ജീവനെ പോലും രക്ഷിക്കാൻ കഴിവില്ലാത്തവൻ. ഞാൻ പറയട്ടെ, ഈ സമ്മാനങ്ങൾ, ഈ ഭൗതികമായ കാര്യങ്ങൾ, അതിന്റെ പിന്നാലെ പോകുന്നവൻ ആത്മനിർഭുള്ളവനാണെന്ന് കണക്കാക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നയമാൻ എന്ത് ചെയ്യുകയാണ്? നയമാൻ പറയുകയാണ്, ദയവായി എന്റെ കയ്യിൽ നിന്നൊരു സമ്മാനം കൈക്കൊള്ളണമേ എന്നാ പറയുന്നത്. അല്ലാതെ ഒരു മോളിൽ നിന്ന് ഇട്ട് കൊടുക്കുകയല്ല. ദൈവത്തിന് കൊടുക്കുന്നത് വാസം പറഞ്ഞാൽ അങ്ങനെ വേണം കൊടുക്കാൻ. അത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ എന്നറിയാം, മോളിൽ നിന്ന് താഴോട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് പലപ്പോഴും ദൈവത്തിന് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ നയമാൻ എന്താ പറയുന്നത്? സ്വീകരിക്കണേ എന്നാ പറയുന്നത്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരുടെ പശ്ചാത്തലം, നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്നവന്റെ കൈ മുകളിലും വാങ്ങിക്കുന്നവന്റെ കൈ താഴെയുമാണ്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. സ്വത്രാഴ്ച മോളിൽ താഴോട്ട് ഇടുക, അല്ലേ? മോളിൽ താഴോട്ട് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് മോളിൽ, ദൈവം താഴെ. പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്താണെന്നറിയാമോ? നമ്മൾ അർപ്പിക്കുകയാണ്. അർപ്പിക്കുമ്പോൾ കൊടുക്കുന്നവന്റെ കൈ താഴെയും എടുക്കുന്നവന്റെ കൈ മുകളിലുമാണ്. അങ്ങനെ വേണം ദൈവത്തിന് കൊടുക്കാൻ. അങ്ങനെ വേണം മനുഷ്യന് കൊടുക്കാൻ. ദൈവത്തിന് കൊടുക്കുന്നത് പോട്ടെ, മനുഷ്യന് കൊടുക്കാനും അങ്ങനെ വേണം. കൊടുക്കുന്നവനല്ല വലിയ ആള്, സ്വീകരിക്കുന്നവനാണ്. അല്ലേ? സ്വീകരിക്കുന്നവനാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ആത്മനിർഭുള്ളവന് ഒടുവിൽ എന്താണ് കാണുന്നത്? ദൈവാത്മാവുള്ളവൻ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നേക്കാം. എന്നാൽ അവന്റെ ഉള്ളിൽ അവനോട് വാദിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വാസം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം അവനെ ഉയർത്തി ദൈവം അവനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം നിർവഹിക്കാൻ അവന് മടിയില്ല. യോസേഫ് പറഞ്ഞത്, രാജ്യം ഭരിക്കാൻ ഭരണനിപുണരായ ആരെയെങ്കിലും ഫറവോൻ കണ്ടെത്തിക്കോളാനാണ് പറഞ്ഞത്, ഇല്ലേ? എന്നാൽ യോസഫിനോട് ഫറവോൻ പറഞ്ഞത് എന്താണ്? ജ്ഞാനവും അറിവും ഉള്ള ആളെ ഒന്നും അല്ല എനിക്ക് ആവശ്യം എന്താണ്? ദൈവാത്മാവുള്ള ഒരുവനെ. അത് നീ അല്ലാതെ വേറെ ആരാ? അതുകൊണ്ട് നീ തന്നെ ഭരണാധികാരി ആയിരിക്കുക. ജ്ഞാനമല്ല വലിയ കാര്യം. എന്താണ്? ദൈവാത്മാവുള്ള വ്യക്തി എന്നുള്ളതാണ് പ്രാധാന്യം വഹിക്കുന്നത്. ജ്ഞാനമല്ല. അവൻ പണം നോക്കിയില്ല, അവൻ പദവി നോക്കിയില്ല, അവൻ തന്നെ ഉയർത്തി പറഞ്ഞില്ല, അവൻ അഹങ്കാരമില്ലാതെ അവനെ തന്നെ വിനയമുള്ളവനായി കരുതി കണക്കാക്കി. അവന് ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അവന് ഭൗതികമായ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ദൈവം, അത് അവൻ ദൈവത്തിന്റെ കാര്യം എന്ന് പറയുമ്പോഴും അവനൊരു കാര്യം നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കണം. ഏറ്റവും ഒടുവിൽ പോലും ഈ സമ്പത്തൊന്നും യോസഫിന്റെ തലയ്ക്ക് പിടിച്ചില്ല. ഏറ്റവും ഒടുവിലും നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അവനെ മാനിച്ചോ എന്നല്ലോ അവന് കിട്ടി, ഇല്ലേ? ഇതൊന്നും ഇവന്റെ തലയ്ക്ക് പിടിച്ചില്ല. ഇവൻ ഏറ്റവും ഒടുവിൽ അവന്റെ സഹോദരന്മാർ പറഞ്ഞതെന്നറിയാമോ? സഹോദരന്മാരെ, എന്തിനാ ദൈവം ഇങ്ങോട്ട് അയച്ചെന്നറിയാമോ? എന്താണ്? നമുക്ക് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇതെല്ലാം മുന്നേ അറിയാമായിരുന്നത് കൊണ്ട് വീണ്ടും ഒരിക്കലൊക്കെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ കുറെ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം.
തൃത്വത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം ഒരുപക്ഷെ ബുദ്ധിപരമായി നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പര്യാപ്തമായേക്കാം. ദൈവത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ദൈവം തന്നെ വെളിപ്പെടുത്തിയാൽ മതിയാണ്. അത് വെളിപ്പാടായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഭൂമിയിലുള്ള കാര്യങ്ങൾ പറയുവാൻ മനസ്സിലാക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണെങ്കിൽ സ്വർഗത്തിലുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവിക തൃത്വത്തെ വെളിപ്പാടിൽ അറിയുവാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മളത് സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് ദൈവം നമ്മിലേക്ക് പകർന്നു തന്നത് എന്നേക്കും നമ്മിൽ അത് വസിക്കേണ്ടതിന് വേണ്ടിയാണ്, എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ദൈവാത്മാവിനെ ധിക്കരിച്ച് സ്വന്തം ഇച്ഛകൾക്ക് അനുസരിച്ച് ഒരു ജഡമെന്നതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയുന്നില്ല, ദൈവത്തിന്റെ ആത്മാവ് ഇനി എന്നും നിങ്ങളിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ എന്നേക്കും വസിക്കേണ്ടതിന് വേണ്ടി തന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ പാപപ്രവൃത്തികളാൽ നമ്മൾ എടുത്തു കളയത്തക്ക ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വീണു പോകരുത്. കർത്താവിനോട് നമുക്ക് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കും. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. കർത്താവെ, എന്നോട് നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കണമേ. കർത്താവെ, പ്രവചിക്കുവാനും വ്യാഖ്യാനിക്കുവാനും അത്ഭുതം പ്രവർത്തിക്കാനും മാത്രമല്ല, കർത്താവെ, പാപത്തോട് പോരാടുന്നതിൽ എന്നെ സഹായിക്കേണ്ടതിന് എന്റെ ഹൃദയത്തിൽ നീ വാദിച്ചുകൊണ്ടിരിക്കണമേ. എല്ലാവരും അല്പസമയം ദൈവസന്നിധിയിൽ നിങ്ങളുടെ വാക്കുകളെ ഒച്ചത്തിൽ തന്നെ പറ. പല സമയത്ത് നമ്മൾ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ഒരു അർത്ഥമില്ലാതെ വരും. ജസ്റ്റ് ആസ്ക് ഗോഡ്. ദൈവത്തോടൊന്നും നിങ്ങൾ സംസാരിക്കുക. അവൻ എന്തിനാണ് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്? നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയാണ്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഇന്ന് ഈ രാത്രിയിൽ കർത്താവെ, എനിക്ക് നിന്റെ ആത്മാവ് നിരന്തരം എന്നിൽ വസിക്കുകയും എന്നോട് സംവാദിക്കുകയും വേണം. കർത്താവെ, എന്നോട് വാദിച്ചുകൊണ്ടിരിക്കണം. കർത്താവെ, ദോഷമുള്ള കാര്യം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. എന്റെ ആത്മാവിനോട് നിന്റെ ആത്മാവ് ഓരോ നിമിഷങ്ങളിൽ സംവാദിച്ചുകൊണ്ടിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പലപ്പോഴും പാപത്തിൽ ഞാൻ വീണു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് എന്നോട് വാദിച്ചിരുന്നു, ഞാനതിനെ ഉൾക്കൊണ്ടില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് കർത്താവിൽ പറയാം. വളരെ വെയികായിട്ട് പറയല്ല പ്രിയമുള്ളവരെ, ഞാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയട്ടെ. നിങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവിനോട് പറ, കർത്താവെ, നിന്റെ ആത്മാവ് എന്നോട് വാദിച്ചുകൊണ്ടിരിക്കണമേ. ഞാൻ പലപ്പോഴും അഹങ്കാരിയായി പോയിട്ടുണ്ട്. വിനയമുള്ളവളാകുവാൻ നിന്റെ ആത്മാവിനോട് വാദിച്ചുകൊണ്ടിരിക്കണമേ. കർത്താവെ, ഞാൻ പലപ്പോഴും അധികാരമോഹിയായി പോയിട്ടുണ്ട്. ഇല്ല കർത്താവെ, വിനയമുള്ളവളാകുവാൻ എന്നോട് നീ വാദിച്ചുകൊണ്ടിരിക്കണമേ. കർത്താവെ, ഞാൻ പലപ്പോഴും ധനമോഹിയായി പോയിട്ടുണ്ട്. കർത്താവെ, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നിന്റെ ആത്മാവിനോട് വാദിച്ചുകൊണ്ടിരിക്കണമേ. കർത്താവെ, ഇന്ന് സന്ധ്യയിൽ നമ്മൾ കർത്താവിനോട് ആത്മാർത്ഥതയോടെ ഇത് ആവശ്യപ്പെടുന്നെങ്കിൽ അവൻ തന്റെ പരിശുദ്ധാത്മാവിനെ എന്നും വാദിക്കേണ്ടതിന് നമ്മിലേക്ക് അയച്ചു തരും. ദൈവത്തിന്റെ ഇഷ്ടത്തിനും ദൈവത്തിന്റെ ഇച്ഛകൾക്കും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ദൈവം ആഗ്രഹിച്ചത് എന്നും നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ നമുക്ക് തരാനാ. ആദാമിൽ കൊടുത്ത ആത്മാവിനെ എടുക്കാൻ അവൻ ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വാദങ്ങൾക്ക് അതിനോട് മറുതരിച്ച് മാറിപ്പോയതായ ജനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പിൻവലിക്കുകയാണ്. എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? അവന്റെ പെർഫെക്റ്റ് വില്ല് പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മിൽ വസിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അവൻ അയച്ചു തരുമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മിൽ വാസം ചെയ്യേണ്ടതിന് വേണ്ടി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ വിനയമുള്ളതാക്കി തീർക്കുവാൻ, നമ്മുടെ ജീവിതത്തെ അധികാരമോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ